നമസ്കാരമുണ്ട്. ഞാന് നമ്മുടെ ഈ ഗുരുവായൂരപ്പന്റെ ത്രിമധുരം ഗ്രൂപ്പില് സത്യത്തിലൊരു നിയോഗം പോലെയാണ് ആഡായത്. കാരണം ഞാൻ അനിയത്തിയുമായിട്ട് തിരുവനന്തപുരത്ത് പുസ്തകത്തിൻ്റെയും പിന്നെ മാധവ് മുരളി പുരസ്കാരം അവാർഡും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭഗവാൻ തന്നൊരു ഇതാണ് അവാർഡ്. മാസങ്ങൾ കൊണ്ട് പറഞ്ഞിരുന്ന അവാർഡ്. അപ്പോൾ അത് വാങ്ങാൻ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഉച്ചയ്ക്കാണ് പരിപാടി. ഞങ്ങൾ രാവിലത്തെ ട്രെയിന് പോയി. അപ്പം അനിയത്തിയുടെ മോള് തിരുവനന്തപുരത്ത് പഠിക്കുക റേഡിയോളജിക്ക് കോഴ്സ് കഴിഞ്ഞ് അവൾ ട്രെയിനിങ് ചെയ്യുക. അപ്പോൾ കുഞ്ഞിന് സമയമുള്ളത് കൊണ്ട് ഞങ്ങൾ രാവിലത്തെ ട്രെയിൻ അങ്ങ് എത്തി. പിന്നെ ഞങ്ങൾ കൊച്ചിൻ്റെ അടുത്ത് പോയി കുഞ്ഞിനെ കണ്ട് അങ്ങനെ കുറച്ച് നേരം അവളുടെ ഹോസ്റ്റലിൽ ഇരുന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ത്രിമധുരം ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് ആഡാകണമെന്നുള്ളൊരു ഇത്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു. അവിടെ മോളുടെ ഹോസ്റ്റലിൽ ഇരുന്ന് ആണ് ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ ചേരുന്നത്, ഞാനും അനിയത്തിയും. അന്നാണ് എനിക്ക് അവാർഡ് കിട്ടുന്നതും. അപ്പം എല്ലാം ഭഗവാന്റെ ഒരു തീരുമാനമായിരുന്നു. അന്ന് തന്നെയാണ് ഉറപ്പ്. കാരണം ഞാൻ കുഞ്ഞുനാൾ മുതൽ ഭഗവാനെയാണ് ഭജിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെല്ലാം ഉടനീളം ഭഗവാനെ ചേർത്ത്, ഭഗവാൻ എന്നെയും ചേർത്ത് കൊണ്ടുപോവാണ്. ഇന്ന് വരെയും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണത്. കാരണം ഞാൻ ആ അവാർഡിന് പോകുന്ന ദിവസം ഞങ്ങൾ രാവിലെ ട്രെയിന് പോയി. ഇവിടുന്ന് അവിടെ ചെന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോൾ സമയം കൂടുതൽ ഉണ്ട്. പരിപാടി തുടങ്ങുന്ന 2 മണിക്കാണ്. പിന്നെ 3-4 മണിക്കൂറുണ്ട്. എന്നാൽ കൊച്ചിൻ്റെ അടുത്ത് കയറിയിരിക്കാം. അപ്പം ഞങ്ങൾ വഴിനീളം ഞാൻ പറയും അനിയത്തിയോട്, ത്രിമധുരം ഗ്രൂപ്പിൽ എനിക്കൊന്ന് ജോയിൻ്റ് ആകണം. പിന്നെ കുറേ ദിവസം കൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിൻ്റെ കാര്യം ഇങ്ങനെ പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ടെന്ന്. അപ്പം അനിയത്തോടൊക്കെ എനിക്കും ചേരണമെന്ന് പറ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി മോടെ ഹോസ്റ്റലിൽ ഇരുന്നാണ് ഈ ഗ്രൂപ്പിലേക്ക് കയറിയത്. അന്നാണ് എനിക്ക് ഭഗവാന്റെ മാധവ് മുരളി അവാർഡ് ലഭിച്ചതും പുസ്തകം ലഭിച്ചതും എല്ലാം. ഭഗവാനോട് അകവഴിഞ്ഞ നന്ദിയാണ്. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളാണ്. ആ ദിവസം ഈ ഗ്രൂപ്പിൽ ഞാൻ ഒരു അംഗമാകുകയും അന്ന് എനിക്ക് അവാർഡ് ലഭിക്കുകയും എല്ലാം കിട്ടിയ ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പം പിന്നെ ഈ ഗ്രൂപ്പ് അഡ്മിൻ സാറിനും നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സമയക്കുറവ് കൊണ്ട് ഗ്രൂപ്പിൽ കയറാത്തതാണ്. കാരണം ജോലി, പിന്നെ അങ്ങനെ വീട്ടിലെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് കയറാത്തത്.